14 ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാവുകയാണ്. റിപ്പോർട്ടർ ആർമി കളത്തിലേക്ക് എത്തുന്നു. അവരിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. എന്തൊക്കെയാണ് കേരളത്തിൽ വിവിധയിടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് തൃശ്ശൂരിൽ നിന്ന് തുടങ്ങാം. ബ്രേക്കിംഗ് അവേഴ്സിൽ നമ്മുടെ ആർമിയുടെ പ്രവർത്തനം ജില്ലയിൽ എങ്ങനെയുണ്ട് നോക്കാം. ജെയ്സൺ ചാമോളപ്പിൽ, തൃശ്ശൂരിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ്? തൃശ്ശൂരിൽ നഗരത്തിൽ മാത്രമല്ല ചുറ്റുവട്ടത്ത് എന്തൊക്കെ സംഭവിക്കുന്നു ഇന്നത്തെ ദിവസം? സുജിയ, കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ അഗ്നിബാധയുടെ തുടർച്ചാ വാർത്തകൾ തന്നെയാണ് ഇന്ന് പ്രധാനമായും തൃശ്ശൂരിലുള്ളത്. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ വിവിധ നേതാക്കൾ MM ഹസനും അതുപോലെ തന്നെ VM സുധീരനും ഉൾപ്പെടെയുള്ളവർ ഇന്ന് തൃശ്ശൂരിലുണ്ട്. ഏതായാലും അഗ്നിബാധയുടെ അഗ്നി ഇനിയും കെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാളുടെ മരണത്തിനിടയാക്കിയ അഗ്നിബാധ അതിഗുരുതരമായിരുന്നു. ഇന്നലെ ഏകദേശം വൈകിട്ട് 7 മണിയോടുകൂടി ആരംഭിച്ച അഗ്നിബാധ ഇപ്പോഴും അണഞ്ഞിട്ടില്ല. ഒരു സ്പെയർ പാർട്സ് കടയിലാണ് അഗ്നിബാധയുണ്ടായത്. അതിനകത്ത് വെച്ച് തന്നെ ഒരാൾ പൊള്ളലേറ്റ് മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മണിക്കൂറുകളോളം ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും തീ നിയന്ത്രണ വിധേയമായെങ്കിൽ പോലും ഇപ്പോഴും ആ അഗ്നി തുടരുക തന്നെയാണ്. ഏകദേശം 2 ദിവസമെങ്കിലും എടുക്കും ഈ അഗ്നിബാധ പൂർണ്ണമായും ഇല്ലാതാക്കാൻ. അതെ, അതിലേക്കാണ് ഞാനും വരുന്നത്. അത്തരത്തിൽ അതിഭീകരമായ ഒരു അഗ്നിബാധയ്ക്കിടയാക്കിയ ഒരു സ്ഥാപനത്തിലെ ഗുരുതരമായ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണെന്ന് ഫയർഫോഴ്സ് ചെയ്തിരിക്കുന്നത്. വലിയ വിപുലമായ ഏകദേശം 10,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള ഒരു കടയാണ്. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ബൈക്കുകൾ ഉൾപ്പെടെ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതിനകത്ത് ഈ ഫയർഫോഴ്സിൻ്റെ യാതൊരു രീതിയിലുള്ള നിയമങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇന്ന് ഫയർഫോഴ്സിൻ്റെ തൃശ്ശൂരിലെ സ്റ്റേഷൻ മാസ്റ്ററായ വൈശാഖ് തന്നെ ഇപ്പോൾ ഇതുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സംബന്ധിച്ച പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ സ്ഥാപനത്തിന് NOC നൽകുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ സമർപ്പിച്ച മുഴുവൻ പ്ലാനുകൾ സംബന്ധിച്ച പരിശോധനകൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ചട്ടലംഘനം, ഗുരുതരമായ നിയമലംഘനം ഉണ്ടായി എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അതിൻ്റെ തെളിവ് ഇന്നലെ രാത്രി നാം ഏകദേശം 12 മണി വരെ ഈ സ്ഥലത്തുണ്ടായിരുന്നു. എത്രയോ ഫയർഫോഴ്സ് എഞ്ചിനുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തി മണിക്കൂറുകളെടുത്താണ്. അതിനർത്ഥം ഇവിടെ ഒരു അഗ്നിബാധയുണ്ടായാൽ അത് തീർക്കുന്നതിന് വേണ്ടി, അത് എത്രയും പെട്ടെന്ന് കെടുത്തുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടികളും വേണ്ട സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. വലിയ കടയാണ്, വലിയ ലാഭം ഉണ്ടാക്കുന്ന കടയാണ്. ആ തീ കെടുന്നത് പോലെ ആ വിവാദം അവിടെ നിൽക്കുന്നു. രാഷ്ട്രീയമായി എന്താണ് തൃശ്ശൂരിൽ ഇന്ന് സംഭവിക്കുന്നത്? രാഷ്ട്രീയമായി കെടാതെ കഴിഞ്ഞ കുറേ നാളുകളായി നിൽക്കുന്ന ഒരു വാർത്തയാണ് തൃശ്ശൂരിലെ കോർപ്പറേഷൻ മേയറുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. സംസ്ഥാന സമിതി യോഗത്തിൽ തൃശ്ശൂരിലെ CPI നേതൃത്വം തന്നെ തൃശ്ശൂർ മേയർക്കുള്ള പിന്തുണ പിൻവലിക്കണമെന്ന ആവശ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ തുടർചലനങ്ങൾ ഇപ്പോഴും തൃശ്ശൂരിലുണ്ട്. അതോടൊപ്പം തൃശ്ശൂർ കോർപ്പറേഷനിലെ കൗൺസിൽ യോഗം വിളിക്കാതെ ഏകദേശം 36 ദിവസമായി പിന്നിടുന്നു. മാസത്തിലൊരിക്കൽ കൗൺസിൽ യോഗം വിളിക്കണമെന്നതാണ് നിലവിലുള്ള നിയമം. അത്തരമൊരു നിയമം ഇവിടെ പാലിക്കപ്പെടുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. തീക്കാറ്റ് സാജൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം റിപ്പോർട്ട് ചെയ്തതാണ്. നിരവധി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പോലും മയക്കുമരുന്ന് നൽകി തീക്കാറ്റ് സാജന്റെ പാർട്ടിക്ക് പോയവരെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം ജെയ്സൺ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ആ തീക്കാറ്റ് സാജൻ എന്ത് പറ്റി? തീർച്ചയായും തീക്കാറ്റ് സാജൻ തീക്കാറ്റ് പോലെ തന്നെ നാട്ടിൽ പറന്നു നടക്കുന്നുണ്ട്. പക്ഷേ പോലീസിന് ഇപ്പോഴും തീക്കാറ്റ് സാജനെ പിടിക്കാനാകുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ അന്വേഷണം ഇപ്പോഴും ഊർജിതമായി നടക്കുന്നുണ്ട്. ഏകദേശം സൂചനകൾ പോലീസ് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇന്നും പറയുന്നതെങ്കിൽ പോലും കഴിഞ്ഞ 2 ദിവസമായി തീക്കാറ്റ് സാജൻ തീക്കാറ്റായി ഈ പരിസരത്തെല്ലാം പാറി നടക്കുക തന്നെയാണ്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട സമൂഹത്തിന് ഏറ്റവും അപകടമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന തീക്കാറ്റ് സാജനെ പിടിക്കാൻ പോലീസ് ഒരു ഭാഗത്തൂടെ നടക്കുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ വലിയ പ്രതിസന്ധി രൂപപ്പെടുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഇനിയും അണയാത്ത അഗ്നിയുമായി മുളങ്കുന്നത്താവിലെ അഗ്നിബാധ ഉണ്ടായ ആ കെട്ടിടത്തിൽ ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കും. ഇത്തരത്തിൽ നിരവധി വാർത്തകൾ കൊണ്ട് സമ്പന്നമാണ് ഇന്ന് തൃശ്ശൂർ ജില്ല. സുജയ. ഓക്കെ, ജെയ്സൺ ചാമോളപ്പിലാണ് തൃശ്ശൂരിൽ നിന്ന്. ഒരിടത്ത് തീ, ഒരിടത്ത് തീക്കാറ്റ്, ഒരിടത്ത് പൊട്ടിത്തെറി. അതാണ് തൃശ്ശൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിൽ നിന്ന് അർജുൻ മട്ടന്നൂർ തയ്യാറാണ്. അർജുൻ മട്ടന്നൂർ, ആലപ്പുഴയിൽ ഇന്ന് എന്താണ് വാർത്ത? സുജയ, ആലപ്പുഴ ജില്ലയിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അരൂർ തുറവൂർ
ദേശീയപാതയിലെ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള യാത്രാ ക്ലേശം, അതിനെ തുടർന്നുണ്ടായ ജനകീയ പ്രതിഷേധമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ സ്ഥലത്താണ്. ഇവിടെ അല്പസമയം മുമ്പാണ് വലിയൊരു ജനകീയ പ്രക്ഷോഭം, പ്രതിഷേധം നടന്നത്. നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടുത്തെ യാത്രാ ദുരിതവും യാത്രാ ക്ലേശവും ഒക്കെ തന്നെ. ഈ കാണുന്ന ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഇരുഭാഗത്തുമുള്ള റോഡുകൾ പൂർണ്ണമായും ചളി നിറഞ്ഞ അവസ്ഥയിലാണ്. വേനൽക്കാലമായാൽ അത് വലിയ പൊടിശല്യവുമുണ്ട്. ഇവിടെ നമ്മളോട് ഈ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി ഏറെ നേരമായി ഇവിടെയുള്ള പ്രദേശവാസികളടക്കം കാത്തു നിൽക്കുന്നുണ്ട്. ഈ വലിയ പ്രശ്നമാണോ ഇപ്പോഴും അനുഭവിക്കുന്നത്? ഞങ്ങൾ വലിയ ദുരിതമാണ് ഇപ്പോഴും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1.5 വർഷക്കാലമായി ഈ പണി തുടങ്ങിയിട്ട്. ആ തുടങ്ങിയ കാലഘട്ടം തൊട്ട് ഞങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നതാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല, ആളുകൾക്ക് ജോലിക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുന്നില്ല. എല്ലാ ആളുകൾക്കും തീരാ ദുരിതം മാത്രമാണ്. അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന ഈ ഉയരപ്പാത. ഇവരിതിൻ്റെ സർവീസ് റോഡുകളും കാണകളും റെഡിയാക്കിയിട്ട് വേണമായിരുന്നു ഈ ഉയരപ്പാത നിർമ്മിക്കാൻ. അങ്ങനെയാണ് ഇവർ കരാറിലും. പക്ഷേ ഇവർ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ പൈസ ലാഭിച്ചുകൊണ്ട് ഇവർ നേരെ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫയലിംഗ് പണി തുടങ്ങി. ഈ ചെളികൾ ഈ ഫയൽ ചെയ്യുമ്പോൾ തന്നെ ഈ ചെളികൾ മാറ്റണമെന്നായിരുന്നു അവരെ കരാറിൽ. പക്ഷേ അവർ മാറ്റുന്നില്ല. ലാസ്റ്റ് ഇവിടുത്തെ ജനങ്ങൾ ഒരു പ്രതിഷേധമായി വന്നതിന് ശേഷം ഇവിടുന്ന് ഈ ചെളികളെല്ലാം മാറി നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും. അതിനുള്ളിൽ കൊണ്ട് ഡബ് ചെയ്തേക്കണേ. ഒരു മഴയ്ക്ക് അത് വീണ്ടും റോഡിലേക്ക് ഇറങ്ങി വരികയാണ്. നിങ്ങൾ ഈ വഴി നോക്കുക. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ട് അമിക്കസ് ക്യൂറിനെ വിട്ടിട്ട് പോലും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് യാതൊരുവിധ പരിഗണനയും കൊടുക്കാതെ അഹങ്കാരത്തോടു കൂടി തന്നെയാണ് ഈ അശോക ബിൽഡേഴ്സ് ഇവിടെ ഈ ഉയർപ്പാത നിർമ്മിക്കുന്നത്. നമുക്കൊപ്പം ചേർന്നത്. നമുക്ക് നേരെ കൊല്ലത്തേക്ക് പോകാം. കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസ്യ തയ്യാറാണ്. ദിലീപ് ദേവസ്യ, രാഷ്ട്രീയ വാർത്തകൾ മാത്രമല്ല അവിടെയുള്ള പൊതുവിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ് ദിലീപ്. ഇന്ന് ഏതൊക്കെ വിഷയങ്ങളിൽ ഇടപെട്ടു? എന്താണ് കൊല്ലത്തെ പ്രധാന വാർത്ത? സുജയ, ഇന്നുള്ള കൊല്ലത്തെ പ്രധാന വാർത്തകളിലൊന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ സംഘടനമാണ്. ഈ സംഘടനത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തു എന്നുള്ളതാണ്. അഞ്ചൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെസ്റ്റിലെ ഒരു വിദ്യാർത്ഥിയെ, +1 വിദ്യാർത്ഥിയെ മറ്റു സഹപാഠികൾ ചേർന്ന് മർദ്ദിച്ച വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് കേസെടുത്തു. കുട്ടിയുടെ മർദ്ദനമേറ്റ കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അഞ്ചൽ പോലീസ് കേസെടുത്തത്. കേസെടുക്കുക മാത്രമല്ല, ഈ കുട്ടികൾക്കുള്ള ഒരു പണിഷ്മെൻ്റ് എന്ന നിലയിൽ നൽകുന്നത് അവർക്ക് കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഈ കുട്ടിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത് മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത തരത്തിലാണ് ഈ കുട്ടിയെ മർദ്ദിക്കുന്നത്. അതായത് കുട്ടിയുടെ തലയ്ക്കും കൈക്കുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ക്ലാസ്സിലുള്ള ഒരു തർക്കമാണ് സ്കൂളിന് പുറത്തേക്ക് സംഘടനത്തിലേക്ക് കലാശിച്ചത്. നേരത്തെയും ഇത്തരത്തിൽ ഈ സ്കൂളിൻ്റെ പുറത്ത് വന്ന് സംഘടന നടത്തിയ വിദ്യാർത്ഥികൾ ഇതിലുണ്ടെന്നും ഈ കുട്ടികളെ 4 കുട്ടികളാണുള്ളത്. 3 പേർ മർദ്ദിക്കുന്നതും ഒരാൾ ഇത് വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു. ഈ കുട്ടികളെ ഇപ്പം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ അഞ്ചൽ സ്കൂളിലെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നു. ഈ കുട്ടികളെ കൗൺസിലിംഗ് വിധേയമാക്കുന്നു. പരിക്കേറ്റ കുട്ടി ചികിത്സയിലുമാണ്. സുജയ, മറ്റെന്തെങ്കിലും വാർത്തകളുണ്ടോ? ഈ ഒറ്റ വാർത്തയിലാണോ ദിലീപ് നിൽക്കുന്നത് ഇന്ന്? ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പൊതുവെ കാലാവസ്ഥ പ്രസന്നമായിരിക്കുകയാണ്. നല്ല ചൂട്, അതുപോലെ തന്നെ ചൂട് നിൽക്കുന്നുണ്ട്. കൂടാതെ SFIയുടെ ഒരു സംഘടനയിൽ ഭീഷണി വിഷയം പുനലൂരിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെയാണ് പുനലൂരിൽ SFI നേതാവിനെ ചീത്ത പറഞ്ഞത്. അതായത് SFI SN കോളേജിലെ പുനലൂർ SN കോളേജിലെ യൂണിറ്റ് പ്രസിഡന്റായ വിഷ്ണുവിനെ ജില്ലാ കമ്മിറ്റി അംഗം ചീത്ത പറഞ്ഞത് അസഭ്യ വർഷം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് അവിടെ ഇന്നൊരു ഫോളോ അപ്പ് ഉണ്ട്. അത് SFIയിലെ വിദ്യാർത്ഥികൾ AISFലേക്ക് ചേർന്നത്. അതായത് ഏകദേശം 30ഓളം വിദ്യാർത്ഥികളാണ് SFI വിട്ട് AISFലേക്ക് ചേർന്നത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ഈ SFI നേതാവ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അസഭ്യ വർഷം ചോദ്യവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളെടുത്തു നിന്ന് ഇന്ന് SFI ഇന്റേണൽ ഒരു എൻക്വയറി നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി എന്താണ് കണ്ടെത്തിയത് എന്നതുകൂടി പരിശോധിക്കൂ ദിലീപ്. അപ്പോൾ അഞ്ചലിലെ അടി, അത് കഴിഞ്ഞ് SFI AISF തർക്കം, ഇതൊക്കെയാണ് കൊല്ലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾ ഓരോ ജില്ലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് അപ്പോൾ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ തിരുവനന്തപുരത്തേക്ക്. തലസ്ഥാന ജില്ലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ നമുക്കൊപ്പം എത്തുന്നു റിനു ശ്രീധർ. വെൽക്കം ടു ബ്രേക്കിംഗ് അവേഴ്സ്. തലസ്ഥാനത്ത് മദർഷിപ്പിനെ വരവേൽക്കാനുള്ള ഒരുക്കം ഒരു ഭാഗത്ത് വിഴിഞ്ഞത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ മുതലപ്പുഴയിൽ ഒരു ബോട്ട് മറിഞ്ഞ് 4 പേരെ രക്ഷിച്ച വാർത്തയും വരുന്നു. എന്തൊക്കെയാണ് ഇന്ന് ജില്ലയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, നിയമസഭയടക്കം? സുജയ, തിരുവനന്തപുരത്ത് വാർത്താ സമ്പന്നമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിയമസഭ അടക്കം നടക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന വിവിധ പരിപാടികളുണ്ട്. ഒപ്പം വിഴിഞ്ഞത്ത് ആദ്യമായി എത്തുന്ന മദർഷിപ്പിനെ വരവേൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ സജ്ജമാണ്. ഇങ്ങനെ വിവിധ പരിപാടികളുണ്ട്. ഏറ്റവും പ്രധാനമായി പങ്കുവയ്ക്കുവാനുള്ളത് മുതലപ്പുഴയിലെ കാര്യം തന്നെയാണ്. മുതലപ്പുഴയിൽ തുടർച്ചയായ ബോട്ടപകടങ്ങൾ നടക്കുന്നു. മുതലപ്പുഴ ഒരു മരണപ്പുഴയായി മാറുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ നമ്മൾ ലൈവത്തോൺ ഉൾപ്പെടെ സജ്ജീകരിച്ച് വാർത്തകളായി നൽകിയിരുന്ന ഒരു കാര്യം കൂടിയാണ്. ഇന്ന് അല്പസമയം മുമ്പ്, അതായത് ഏകദേശം
ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് മുതലപ്പുഴയിൽ ഫിർദൌസ് എന്ന് പറയുന്ന ഒരു ബോട്ട് വീണ്ടും അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞു തിരികെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ബോട്ട് അപകടത്തിൽപ്പെട്ടത്. 4 പേരാണ് ഈ ബോട്ടിലുണ്ടായിരുന്ന. ചെറു വള്ളം ആണ്. ഈ വള്ളത്തിലുണ്ടായിരുന്ന 4 പേരാണ്. ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡും നാട്ടുകാരും ചേർന്ന് ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. വലിയ അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്കറിയാം 2 ദിവസം മുമ്പാണ് 11 പേർ സഞ്ചരിച്ച ഒരു ബോട്ട് ഇവിടെ അപകടത്തിൽ ചെയ്തിരുന്നു. തീർച്ചയായും അതായത് ഈ മുതലപ്പുഴയിലെ അശാസ്ത്രീയ നിർമ്മാണം കാരണം അതിശക്തമായിട്ടുള്ള തിര തന്നെയാണ് അവിടെ ഉള്ളത്. ഈ തിര മുറിച്ച് കടന്നു വേണം ഈ ഹാർബറിലേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം കഴിഞ്ഞെത്തുവാൻ. ഓരോ ദിവസവും അവിടെ അപകടം നടക്കുന്നു. ഏകദേശം 164 കോടി രൂപയുടെ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സഹായത്തോടു കൂടി ഇവിടെ പ്രഖ്യാപിച്ചത്. പക്ഷേ ഒരു രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നടന്നിട്ടില്ല. ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം ഒരാഴ്ച മുമ്പാണ് കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി സഹമന്ത്രി കൂടിയായിട്ടുള്ള ജോർജ് കുര്യൻ സംഭവ സ്ഥലത്തെത്തുന്നത്. കൃത്യമായി തന്നെ മത്സ്യത്തൊഴിലാളികളുമായി ഒരു ചർച്ച നടത്തുന്നത്. അന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ ഈ അപകടം നടക്കുന്നത് കൊണ്ട് തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുകയും ഉണ്ട്. പക്ഷേ ഈ പ്രതിഷേധങ്ങളൊക്കെ ശക്തമാകുമ്പോഴും ഒരു രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും ഒരു ഇടപെടലുകളും അപകടപ്പൊഴിയായി എത്തുന്നു. മരണത്തിലേക്ക് പോകാതെ ആ 4 പേരും രക്ഷപ്പെട്ടു എന്ന് ആശ്വസിക്കാം. നമുക്ക് വിഴിഞ്ഞത്തേക്ക് വന്നാൽ അവിടെ നാളെ പുലർച്ചെ 12:30 മദർഷിപ്പ് എത്തുകയാണ്. ഒരുക്കങ്ങൾ എങ്ങനെ? തീർച്ചയായും നാളെ രാവിലെയോടുകൂടി തന്നെ, അതായത് ഇന്ന് രാത്രിയോടുകൂടി തന്നെ സെന്റ് ഫെർണാണ്ടോ എന്ന് പറയുന്ന കപ്പൽ എത്തുമെന്നുള്ളതാണ്. ഏകദേശം 2000-ഓളം കണ്ടെയ്നറുകളുമായിട്ടാണ് ഈ കപ്പൽ എത്തുന്നത്. മുഖ്യമന്ത്രി ഇതിൻ്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നാളെയോടുകൂടി ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി നമുക്കൊപ്പം ചേർന്നത് ഇപ്പോൾ കോഴിക്കോട്ട് എന്താണ് സംഭവിക്കുന്നത്? ദീപക് മലയമ്മ തയ്യാറാണ്. ദീപക്, കോഴിക്കോട് ജില്ലയിൽ എന്താണ് ഇന്നത്തെ വാർത്തകൾ? സുജയ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തേക്ക് വരുന്നത് PSC കോഴ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെയും CPM ജില്ലാ സെക്രട്ടറിയുടെയും ഒക്കെ പ്രതികരണങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തു. പ്രധാനപ്പെട്ട കാര്യം, അത്തരത്തിലൊരു പരാതി കിട്ടിയിട്ടില്ല എന്നുള്ള നിലപാടിലേക്ക് ഇരു നേതാക്കളും ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം തന്നെ പ്രമോദ് കോട്ടൂളി എന്ന യുവ നേതാവിനെതിരെയാണ് ആരോപണങ്ങൾ വന്നിട്ടുള്ളത്. പ്രമോദിനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിലും നമ്മൾ കാണുകയും ചെയ്യുന്നത്. പക്ഷേ ആ നടപടി എന്ന് പറയുന്നത് കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് ആകാനല്ല സാധ്യത എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് ഒരു പാർട്ടി നേതാവിന് യോജിക്കാത്ത തരത്തിലുള്ള ജീവിത ശൈലി പ്രമോദ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രമോദിന് അത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ആരോപണങ്ങൾ വളരെ ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കോഴ ആരോപണം താൽക്കാലികമായി മാറ്റിവെച്ചുകൊണ്ട് മറ്റ് കാര്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള നടപടിയെടുക്കാനുള്ള സാധ്യതയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ നടപടിയിലേക്ക് പോയാലും വരും ദിവസങ്ങളിലും സ്വാഭാവികമായും അതിൻ്റെ അനുരണനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുമെന്ന കാര്യവും തീർച്ചയാണ്. മറ്റൊന്ന് മറ്റെന്ത് വാർത്തയുണ്ട് കോഴിക്കോട്? പ്രതിഷേധങ്ങൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് സ്റ്റീൽ കോംപ്ലക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം തുടങ്ങുകയാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ 29 കോടി രൂപയ്ക്ക് മാത്രം വിൽപ്പന നടത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 300 കോടിയോളം ആസ്തി വരുന്ന പൊതുമേഖലാ സ്ഥാപനത്തെയാണ് അത്തരത്തിൽ വിറ്റൊഴിക്കാനുള്ള നീക്കമുണ്ടായത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ കോടതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി എന്ന് ചൂണ്ടിക്കാണിച്ച് ഇന്ന് UDFിൻ്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സ്റ്റീൽ കോംപ്ലക്സിലേക്ക് സമരം നടത്തുന്നത് കണ്ടു. അവിടെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്ന കാഴ്ചകൾ അത്തരത്തിൽ കാണുകയുണ്ടായി. അങ്ങനെ വിപുലമായ വാർത്താ സംവിധാനങ്ങൾ ഇന്നത്തെ ദിവസം കോഴിക്കോട് നിന്ന് ഉണർന്നു വരുന്നത് കാണാനും സാധിക്കുന്നുണ്ട്. സുജയ, ഓക്കെ, താങ്ക് യു. ദീപക് മലയമ്മയാണ് കോഴിക്കോട്ട് നിന്നുള്ള ക്വിക്ക് അപ്ഡേറ്റ്സ് നൽകിയത്. ഇപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ പോകുന്നു മലപ്പുറത്തേക്ക്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം. അഷ്കർ അലി, മലപ്പുറത്തെ വാർത്തകൾ എന്തൊക്കെ? ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വേങ്ങരയിൽ നിന്ന് വന്ന വാർത്ത തന്നെയാണ്. വിവാഹം കഴിഞ്ഞ 6ാം നാൾ മുതൽ തന്നെ നവവധുവിനെ ഭർത്താവ് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയതിന്റെ വാർത്തയാണെന്ന് ഏറ്റവും പ്രധാനമായും പുറത്തു വന്നത്. ദിവസങ്ങളോളമാണ് ഈ ഭർത്താവ് മൊബൈൽ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ചുകൊണ്ടും കൈകൊണ്ടുമൊക്കെ തന്നെ ഈ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിൽ പെൺകുട്ടിയുടെ കേൾവി ശക്തിക്ക് തന്നെ തകരാറ് സംഭവിക്കുകയുണ്ടായി. പെൺകുട്ടിയുടെ നട്ടലിന് ക്ഷതമേൽച്ചു. അതുപോലെ തന്നെ കൈയിന്റെ എല്ലിന് പൊട്ടലുണ്ടായി. ശരീരമാസകലം തന്നെ മുറിവേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഭർത്താവിന്റെ വീട്ടുകാർ തന്നെ 4 തവണയാണ്
തന്നെയാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മെയ് 22-ാം തീയതി തന്നെ ഈ കുടുംബം മലപ്പുറം വനിതാ പോലീസിൽ പരാതി നൽകുകയും പിന്നീട് 23-ന് തന്നെ വേങ്ങര പോലീസിലെത്തി മൊഴി നൽകുകയും ചെയ്തിരുന്നു. തുടർച്ചയായി ജില്ലാ പോലീസ് മേധാവിക്കും ഡിവൈഎസ്പിക്കും അഡീഷണൽ എസ്പിക്കും ഒക്കെ തന്നെ പരാതി നൽകിയിട്ട് പോലും ഇതുവരെ അതിലെ പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഭർത്താവ് ഫായിസ് ഇപ്പോൾ വിദേശത്തേക്ക് കടന്നു എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ വീണ്ടും പ്രതിഷേധം കനക്കുകയാണ്. +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഇന്ന് മലപ്പുറത്ത് ഫ്രണ്ട് പ്രവർത്തകർ പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ആ പ്രവർത്തകരെ മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയാണ് ചെയ്തത്. എന്തായാലും +1 സീറ്റ് പ്രതിസന്ധിയിൽ വീണ്ടും ഒന്നാം ഘട്ട സപ്ലിമെന്റ് അലോട്ട്മെന്റ് പൂർത്തിയായിട്ടും 10,000 പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും പ്രതിഷേധം നടക്കുകയാണ്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് മലപ്പുറം വെഞ്ഞൂരിൽ ഒരു വാഹനാപകടം ഉണ്ടായി എന്നുള്ളതാണ്. ഒരു നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയ്ക്ക് അരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ലോറിയുടെ പിറകിൽ കൊണ്ടുപോയി ഇടിക്കുകയായിരുന്നു. വലിയ നിയന്ത്രണം വിട്ട കാർ വലിയ തോതിൽ ഇടിച്ചു കയറിയതോടെ തന്നെ കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യാത്രക്കാരെ മുഴുവൻ ഇപ്പോൾ അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത് അഷ്കർ അലിയാണ്. എറണാകുളത്തേക്ക് പോകുന്നു നമ്മൾ. അലി അക്ബർ ഷാ നമുക്കൊപ്പം തയ്യാറാണ്. അലി അക്ബർ ഷാ, പനിപ്പേടിയുണ്ട് എറണാകുളത്ത്. എന്തൊക്കെ വാർത്തകൾ സംഭവിക്കുന്നു എറണാകുളം ജില്ലയിൽ? ഇന്ന് എറണാകുളത്തെ ഏറ്റവും പ്രധാന വാർത്ത എന്ന് പറയുന്നത് മലയാറ്റൂരിലെ ഒരു കിണറിൽ ഒരു കുട്ടിയാന വീണ സംഭവമായിരുന്നു. കുട്ടിയാനെ അതിന്റെ അമ്മ തന്നെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇവിടെ വലിയ നിലയിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കാരണം നമുക്കറിയുന്നത് പോലെ വലിയ നിലയിൽ കാട്ടാന ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്ന പ്രദേശമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ഇത്രയും തവണ വലിയ നിലയിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നടത്തിയിട്ടും ഈ നാട്ടുകാരുടെ ആവശ്യമായ ആന പ്രതിരോധത്തിനുള്ള നടപടികളിലേക്ക് അധികൃതർ കടക്കുന്നില്ല എന്ന കാരണം ഉന്നയിച്ചുകൊണ്ടാണ് വലിയ നിലയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. രാവിലെ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അല്പസമയം മുമ്പ് സബ് കളക്ടർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ പ്രതിഷേധക്കാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കിടങ്ങ് നിർമ്മിക്കുക, ആനകൾ ഇനി ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാൻ കിടങ്ങ് നിർമ്മിക്കുക എന്നതാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. ഈ ആവശ്യം എഴുതി അംഗീകരിച്ച് നൽകുന്നത് വരെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനിയും ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ പുറത്തേക്ക് പ്രധാന പാത ഉൾപ്പെടെ തടയുന്ന നിലയിലേക്ക് പ്രതിഷേധം മാറുമെന്നും പ്രതിഷേധക്കാർ അറിയിക്കുന്നുണ്ട്. എന്തായാലും രാവിലത്തെ ആ സംഭവം അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി അവരുടെ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ അമ്മയാന തന്നെ കുട്ടിയാനയെ പുറത്തേക്ക് എത്തിക്കുകയും കാട്ടിലേക്ക് കടന്നുപോവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ഘട്ടത്തിലും ശക്തമായ പ്രതിഷേധം തന്നെ പ്രദേശത്ത് തുടരുകയാണ്. ഇന്ന് എറണാകുളത്ത് നിന്നും പുറത്തു വന്ന ഏറ്റവും പ്രധാന വാർത്തയും ഇത് തന്നെയായിരുന്നു. സുജയ, അലി അക്ബർ ഷാ, പകർച്ചപ്പനി പടരുകയാണല്ലോ. കളമശ്ശേരിയിലൊക്കെ ഡെങ്കിപ്പനി കേസുകൾ കൂടി വരികയാണ്. ഹോട്ട്സ്പോട്ടുകളിലെ പ്രതിരോധം പാളുകയാണോ? എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഡെങ്കിപ്പനി വ്യാപകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും പറയുന്ന കളമശ്ശേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതെല്ലാം ഒരു പരിധിക്കപ്പുറത്തേക്ക് എത്തിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന നിലയിലേക്കാണ് നിലവിൽ സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ നിലയിലുള്ള വ്യാപനമാണ് ഇപ്പോൾ തുടരുന്നത്. നിരവധി ആളുകൾ ചികിത്സ തേടുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. അടിയന്തര നടപടികളിലേക്ക് കടക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്ന നിലയിലേക്ക് ഇപ്പോൾ സാഹചര്യം എത്തിയിട്ടുണ്ട്. വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലും എറണാകുളം ജില്ലയിലെ ഡെങ്കി വ്യാപനവുമായി ബന്ധപ്പെട്ട് ഓരോ ദിനവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യവും തുടരുകയാണ്. സുജയ, ഓക്കെ, നമുക്ക് എറണാകുളത്ത് നിന്ന് നേരെ കാസർഗോട്ടേക്ക് പോകാം. AK അഭിലാഷ്, എന്തൊക്കെയുണ്ട് കാസർഗോട്ടെ വാർത്തകൾ? ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ചന്ദ്രഗിരി പാലത്തിന് സമീപം ഇതിന് സമാന്തരമായി നിൽക്കുന്ന കാഞ്ഞങ്ങാട് കാസർഗോഡ് പാതയാണ്, മലയോര പാതയാണ്. ഈ പാതയിൽ ചന്ദ്രഗിരി പാലത്തിന് സമീപം രൂപം കൊണ്ടിരിക്കുന്ന വലിയ കുഴികളാണ്. ഈ കുഴിയിൽ വീണ് ഇന്നലെ 3 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ആഴത്തിലുള്ള കുഴികൾ തന്നെയാണ്. ഇതിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ രാത്രി സമയങ്ങളിലൊന്നും ഇതിലൂടെ ഇത്തരത്തിൽ കുഴിയുണ്ട് എന്ന് മനസ്സിലാക്കാതെ ഈ കുഴിയിൽ പോയി ചെന്നുപെടുകയും വലിയ തരത്തിൽ അപകടം ഉണ്ടാവുകയും ചെയ്യുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരാൾ ഇവിടെ മരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് നേരെയാക്കാനുള്ള ഒരു ശ്രമങ്ങളും ഒരു ഭാഗത്തും ഉണ്ടാവുന്നില്ല എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. ഏതായാലും ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ തരത്തിൽ അഴിമതി കൊണ്ടാണ് ഇത്തരത്തിൽ കുഴികൾ രൂപപ്പെടുന്നത് എന്നുള്ള ആരോപണമാണ് ഏതായാലും ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്. സുജയ, ഓക്കെ, AK അഭിലാഷാണ് കാസർഗോഡ് നിന്ന് ചേർന്നത്. ഇപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് പരിശോധിക്കുകയാണ് റിപ്പോർട്ടർ വാർത്താ സംഘം. അടുത്തതായി കോട്ടയം ജില്ലയിലേക്ക് സുനിഷ എല്ലൂർ. കോട്ടയത്ത് എന്തുണ്ട് വാർത്ത? ില്ലെങ്കിൽ പോലും കോട്ടയത്ത് ഏതായാലും ശാന്തമാണ് സ്ഥിതി. അത് കാലാവസ്ഥയാണെങ്കിലും മറ്റ് വാർത്തകളുടെ ഡെവലപ്മെന്റ് ആണെങ്കിലും ഇന്ന് കുറച്ച് ശാന്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ്, മഴയില്ല, മറ്റു മുന്നറിയിപ്പുകളൊന്നും തന്നെയില്ല. മറ്റൊരു കാര്യം പനിയാണ്. ഒരുപക്ഷെ അലി അക്ബർ ഷാ പറഞ്ഞതുപോലെ കോട്ടയത്ത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ചുകൊണ്ട് തന്നെ പ്രതിദിന പനിക്കണക്കുകളിൽ വലിയ തോതിലുള്ള കുറവുണ്ട്. പക്ഷേ കോട്ടയം ജില്ലയെ വെച്ച് നോക്കുമ്പോൾ ഓരോ ദിവസവും പനിക്കണക്കുകൾ കൂടുന്നുണ്ട് എന്നത് ആശങ്ക പടർത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ തന്നെയും സജ്ജീകരണങ്ങളൊക്കെ തന്നെയും എല്ലാ തലത്തിലും തയ്യാറാക്കിയിട്ടുണ്ട്
എന്ന് സുനിഷ, DMO അടക്കം കഴിഞ്ഞ ഓർത്തഡോക്സ് ദിവസം സഭ പറയുകയും ചെയ്തു. ആസ്ഥാനത്തിന് മുകളിൽ ഡൽഹി കുറച്ച് കാർമേഘങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്താണ് സഭയും സർക്കാരും തമ്മിൽ സംഭവിക്കുന്നത്? സുജയ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചർച്ചകൾ ഏതായാലും ഇവിടെ നടക്കുന്നുണ്ട് എന്നതാണ്. ഓർത്തഡോക്സ് സഭ കഴിഞ്ഞ ദിവസം മീഡിയ സെല്ലിൻ്റെ നേതൃത്വത്തിലുള്ളൊരു മീറ്റിംഗ് കൂടിയിരുന്നു. ആ മീറ്റിംഗിലടക്കം കൃത്യമായി കോടതി ഒരു സർക്കാരിന് സാവകാശം കൊടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി എന്ത് ചെയ്യാമെന്നതടക്കമുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളും ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രതികരണം തേടിയിരുന്നു. അതിൽ മനസ്സിലാക്കുന്നത് സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനമാണ്. ഓർത്തഡോക്സ് സഭയെ കൃത്യമായി മാറ്റി നിർത്തുന്ന രീതിയിൽ, അവഗണിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നതാണ് നിലവിൽ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വോട്ട് കണ്ടുകൊണ്ട് യാക്കോബായ സഭയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് സർക്കാരും മുഖ്യമന്ത്രിയും അടക്കം മാറുന്നു. ഒരു നാടകം ആവർത്തിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴും പോകുന്നത്. ഇപ്പോഴും സാവകാശം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കുന്നതിൽ അത് കാലതാമസം വരുത്തുന്ന നടപടികളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് ഏതായാലും ഇന്ന് ഓർത്തഡോക്സ് സഭയും പറഞ്ഞിരിക്കുന്നത്. ഈ പള്ളിത്തർക്കത്തിൽ നിലപാട് ഘടിപ്പിക്കുക തന്നെയാണ്. ഒപ്പം സർക്കാരിനെ രൂക്ഷമായ രീതിയിൽ തന്നെ വിമർശനം ഉന്നയിക്കുന്നുമുണ്ട്. ഏതായാലും ഈ കോടതിയുടെ ഈ സാവകാശം തേടിയിട്ടുണ്ട്. ആ സാവകാശം കഴിഞ്ഞതിന് ശേഷം അതിലൊരു തീരുമാനം എന്നതാണ് ഓർത്തഡോക്സ് സഭ പറയുകയും ചെയ്യുന്നത്. അത്തരത്തിൽ സഭാതലത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി നടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അത് ആകാശവാദിയായിരുന്നു സുജയ. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ആകാശവാദ വലിയ ചർച്ചയായിരുന്നു. പക്ഷേ ആകാശവാദയിൽ ചെറിയൊരു രീതിയിലൊരു തണുത്തിട്ടുണ്ട്, ആറിത്തണുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതുതന്നെയാണ് ചോദ്യം. ഒരു വശത്ത് പൊളിക്കണമെന്നും ഒരു വശത്ത് പൊളിക്കണ്ട എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസമായി നമ്മൾ സമരങ്ങളൊക്കെ തന്നെയും കണ്ടതാണ്. പക്ഷേ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നത് തന്നെയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദിവസം മുതൽ തന്നെ ശക്തമായ രീതിയിലുള്ള ഒരു സമരം എന്നത് പറയുന്നുണ്ട്. ഒപ്പം തന്നെ സമരം ചെയ്യുമോ, ആകാശപാത അസ്ഥികൂടമായി അവിടെ തന്നെ അവശേഷിക്കുമോ എന്നും കാത്തിരുന്ന് കാണാം. കോട്ടയത്ത് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് സുനിഷ വിശദീകരിച്ചത്. കേരളത്തിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? 14 ജില്ലകളിലെയും വിവരങ്ങളുമായി ഞങ്ങളുടെ വാർത്താ സംഘം തയ്യാറാണ്. റിപ്പോർട്ടർ ആർമി ഓൺ ഫീൽഡ്. നമ്മൾ അടുത്തതായി പോകുന്നു പത്തനംതിട്ടയിലേക്ക്. പ്രവീൺ പുരുഷോത്തമൻ, പത്തനംതിട്ടയിൽ നിന്ന് ഇന്ന് എന്താണ് പ്രധാന വാർത്ത? അവിടുത്തെ ബസ് സ്റ്റാൻഡും ചുറ്റുവട്ടവും ഒക്കെ നന്നായോ? പത്തനംതിട്ടയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പത്തനംതിട്ട നഗരസഭ ബസ് സ്റ്റാൻഡിലേക്ക് അവിടെ യാർഡ് നിർമ്മാണം നടക്കുകയാണ്. പക്ഷേ സമയബന്ധിതമായി യാർഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് UDF കൗൺസിലർമാർ ഇപ്പോൾ യാർഡ് സന്ദർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ അതുപോലെ തന്നെ വിവിധ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഈ നഗരസഭ ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ ധാരാളം വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ യാർഡ് നിർമ്മാണം ഇങ്ങനെ അനന്തമായി നീളുന്നതിനാൽ വ്യാപാരശാലകളൊക്കെ ഈ വ്യാപാരം അവർക്ക് ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നഗരസഭാ കൗൺസിൽ അടിയന്തരമായി ഇടപെട്ട് വളരെ പെട്ടെന്ന് തന്നെ യാർഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് ഈ പ്രതിപക്ഷ കൗൺസിലർമാരുടെ ആവശ്യം. അതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാർ ഈ യാർഡ് സന്ദർശിക്കുകയാണ്. അതാണ് ഈ ഒരു മണിക്കൂറിൽ ഇവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. നമുക്കറിയാം എല്ലാ വർഷകാലത്തും ഈ പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡ് എന്നുള്ളത് വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. അത് പ്രധാനമായും അതിൻ്റെ ഒരു ശോച്യാവസ്ഥ കൊണ്ടാണ്. പക്ഷേ വർഷങ്ങളോളം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ യാർഡ് നിർമ്മാണത്തെപ്പറ്റിയും ഒപ്പം തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണത്തെപ്പറ്റിയും ഒക്കെ പരാതികൾ ഉയർന്നിട്ടും അത് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഒരു ആരോപണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. ഇപ്പോൾ ഈ സമയത്ത് കനത്ത വെയിലിനെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് ഇവിടേക്ക് ഇപ്പോൾ ഈ പ്രതിപക്ഷ കൗൺസിലർമാരും ഒപ്പം തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അവർ നഗരസഭാ അധ്യക്ഷനെയും ഒപ്പം തന്നെ ഭരണസമിതിയെയും ഒക്കെ കണ്ട് തങ്ങളുടെ ആവശ്യം ഉന്നയിക്കും. കാരണം സ്റ്റാൻഡിൽ അതാണ് പ്രശ്നം. സ്റ്റാൻഡിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായി ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് പത്തനംതിട്ട സ്റ്റാൻഡ് വിട്ട് പരിസര പ്രദേശങ്ങളിലേക്കൊക്കെ ഒന്ന് വിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മറ്റു ഭാഗങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ഉൾപ്രദേശങ്ങളിലൊക്കെ എങ്ങനെയാണ്? മഴയോ മഴക്കെടുതിയോ മറ്റു വാർത്തകളോ ഒക്കെ വരുന്നുണ്ടോ പത്തനംതിട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്? ഇപ്പോൾ പത്തനംതിട്ടയിൽ കാലാവസ്ഥ പൊതുവെ അനുകൂലമാണ്. വലിയ ചൂടാണ് ഉള്ളത്. മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തപ്പോൾ നദികളിലൊക്കെ ജലനിരപ്പ് ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നു. മറ്റൊരു തുടർവാർത്ത ഇന്ന് വരാൻ സാധ്യതയുള്ളത്, കഴിഞ്ഞ ദിവസം നമ്മൾ വൈകിട്ടൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന അവിടെ ഒരു മണിപ്പൂരിൽ നിന്നും അനധികൃതമായി കുട്ടികളെ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നു. അവിടെ CWC പരിശോധനയ്ക്ക് എത്തുന്നു. കുട്ടികൾക്ക് അവിടെ മതിയായിട്ടുള്ള സുരക്ഷ ഒപ്പം തന്നെ ഭക്ഷണം, താമസ സൗകര്യം എന്നിവ ഇല്ലെന്ന് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ CWC ഏതായാലും ആ കുട്ടികളെ മണിപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന കുട്ടികളെ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ആ സ്ഥാപനം നടത്തുന്നവർ പറയുന്നത് എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് കുട്ടികളെ അങ്ങോട്ടേക്ക് എത്തിച്ചത്. കഴിഞ്ഞ ദിവസം മാലയിട്ട് സ്വീകരിച്ചതിലൊക്കെ ഇന്ന് മന്ത്രി നിയമസഭയിൽ ആ വിഷയം വന്നപ്പോൾ പ്രതികരിക്കുന്നൊക്കെ കണ്ടു. ആ മാലയിട്ടവരൊക്കെ ആക്റ്റീവായി രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പത്തനംതിട്ടയിൽ നിന്ന് മറ്റെന്തുണ്ട് വാർത്ത പ്രവീൺ?
അത് ഇപ്പോൾ പന്തിപ്പോൾ കോൺഗ്രസിൻ്റെ കോർട്ടിലാണ് എന്ന് പറയാം. കാരണം BJPയുടെ ജില്ലാ പ്രസിഡന്റും ഒപ്പം തന്നെ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും ഒക്കെ അവരവരുടെ ഭാഗങ്ങൾ ന്യായീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റും ഈ ഒരു വിഷയത്തിൽ നയം വ്യക്തമാക്കിയിരുന്നു. അവർ പൂർണ്ണമായും CPMനെ കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിച്ചത്. ഏതായാലും ഈ കാപ്പ കേസിൽ ഉൾപ്പെട്ട പ്രതി അദ്ദേഹവുമായി നമ്മളൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. അദ്ദേഹത്തിന്റെ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനൊരു ശ്രമം നടത്തിയിരുന്നു. ഏതായാലും കാപ്പ കേസ് ഇല്ല എന്നൊക്കെ മന്ത്രി തന്നെ ഇന്ന് പറയുന്നുണ്ട്. നേരത്തെ രാഷ്ട്രീയ കേസിൽ ഉൾപ്പെട്ടതാണെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു മറുപടിയും തേടുക. പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ടയിൽ നിന്നുള്ള ക്വിക്ക് അപ്ഡേറ്റ്സ് ആണ് നൽകിയത്. കേരളത്തിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? 14 ജില്ലകളിൽ ഇനി നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലേക്ക്. ഇക്ബാൽ അറക്കൽ തയ്യാറാണ്. ഇക്ബാൽ അറക്കൽ, പാലക്കാട്ട് എന്തുണ്ട് ഇന്നത്തെ വാർത്തകൾ? വിജയ, പാലക്കാടിൻ്റെ മലയോര മേഖലകളിൽ ഇപ്പോഴും ഈ വന്യമൃഗങ്ങൾ എത്തുന്നതുകൊണ്ട് ആളുകൾ വലിയ ഭീതിയിലാണ്. ഇന്ന് അട്ടപ്പാടിയിലാണ് 7ഓളം കാട്ടാനകൾ എത്തി ജനവാസ മേഖലയിലേക്ക് എത്തി ആളുകളെ ഭീതിയിൽ ആഴ്ത്തിയത്. നായ്ക്കർപ്പാടി എന്ന് പറയുന്ന മേഖലയിലേക്കാണ് ഈ കാട്ടാനകൾ എത്തിയത്. ഇതിനടുത്തായാണ് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയും അതുപോലെ തന്നെ അട്ടപ്പാടിയിലെ ഏക സർക്കാർ കോളേജും എല്ലാം പ്രവർത്തിക്കുന്നത്. നിരവധി വീടുകളും ഈ പ്രദേശത്തുണ്ട്. ഇവിടേക്ക് പുലർച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ 2 കുട്ടിയാനകൾ ഉൾപ്പെടെ 7ഓളം കാട്ടാനകൾ എത്തിയത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് നാട്ടുകാർ വിവരം അറിയിച്ചിട്ടും വനവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നില്ല. പിന്നീട് നാട്ടുകാർ ബഹളം വെച്ചും അതുപോലെ തന്നെ പടക്കം പൊട്ടിച്ചും രാവിലെ 6:30യോടെയാണ് ഈ കാട്ടാനകളെ കാട് കയറ്റാൻ വേണ്ടി നാട്ടുകാർക്ക് സാധിച്ചിട്ടുള്ളത്. തുടർച്ചയായി ഇടതടവില്ലാതെ ഈ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ ആളുകൾ വലിയ രീതിയിൽ ആശങ്കയിലായിരിക്കുകയാണ്. മുൻപ് നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഒരുപാട് മരണങ്ങൾ ഉൾപ്പെടെ ഈ കാട്ടാനക്കലിയിൽ അട്ടപ്പാടിയിൽ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. രണ്ടാമതൊരു കാര്യം, പാലക്കാട് ജില്ലയിൽ ഇന്ന് സംഭവിച്ചത് +1 സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഫ്രട്ടേണിറ്റിയുടെ മാർച്ചായിരുന്നു. പാലക്കാട് സിവിൽ സ്റ്റേഷനിലേക്കായിരുന്നു ഫ്രട്ടേണിറ്റിയുടെ പ്രവർത്തകർ മാർച്ച് നടത്തിയത്. കളക്ടറേറ്റിന് മുന്നിലുള്ള റോഡ് ഒരുപാട് നേരം പ്രവർത്തകർ ഉപരോധിച്ചു. ഇതിനെ തുടർന്ന് പിന്നീട് പോലീസിന് ഇവരെ ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും ഇപ്പോഴും 4000-ലധികം വിദ്യാർത്ഥികളാണ് പാലക്കാട് ജില്ലയിൽ സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോഴും സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഇനിയും വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുമെന്നാണ് ഫ്രട്ടേണിറ്റിയുടെ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. മറ്റ് കാലാവസ്ഥ കാര്യങ്ങളാണെങ്കിലും ശരി, രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടാണെങ്കിലും ശരി, പാലക്കാട് ജില്ലയിൽ ഇന്ന് പൊതുവെ ശാന്തമാണ്. സുജയ, ഓക്കെ, ശാന്തമായിരിക്കട്ടെ. കാട്ടാനകൾ കൂടുതലായി ഇറങ്ങി നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കട്ടെ. അട്ടപ്പാടിയിൽ കാട്ടാനക്കൂട്ടം, നാട്ടിൽ +1 സീറ്റ് പ്രതിസന്ധി. അതൊക്കെയാണ് പാലക്കാട്ടെ വാർത്തകൾ. നമുക്ക് പോകാം കണ്ണൂർ ജില്ലയിലേക്ക്. തുഷാര പ്രമോദ്, കണ്ണൂരിൽ ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെ? വാർത്തകൾ ഏതൊക്കെ? സുജയ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഷുഹൈബ് വധക്കേസിലെ 1-ാം പ്രതി ആകാശ് തില്ലങ്കേരി നടത്തിയ നിയമലംഘനത്തിൻ്റെ വാർത്തകളാണ് പ്രധാനമായും കണ്ണൂരിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. ഇന്നലെ ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. കർശന നടപടി, ആകാശ് തില്ലങ്കേരി നടത്തിയ ഗതാഗത നിയമലംഘനത്തിൽ കർശന നടപടിയെടുക്കണമെന്നും ജീപ്പ് പിടിച്ചെടുക്കണമെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി തന്നെ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. അതിന് തൊട്ട് മുമ്പേ തന്നെ ഈ വാഹനത്തിൻ്റെ RC റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വന്ന ഒരു വാർത്ത, ആകാശ് തില്ലങ്കേരിയുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള ശുപാർശ മോട്ടോർ വാഹന വകുപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ആകാശ് തില്ലങ്കേരി കണ്ണൂർ ജില്ലയിൽ നിന്നും ലൈസൻസ് എടുത്തിട്ടില്ല എന്ന വിവരമാണ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ റോഡിൽ കാണിച്ച ഷോ ലൈസൻസ് ഇല്ലാതെയായിരുന്നു. ശരിക്കും ലൈസൻസേ ഇല്ലേ ആകാശ് തില്ലങ്കേരിക്ക്? സുജയ, കണ്ണൂർ ജില്ലയിൽ നിന്ന് എന്തായാലും ആകാശ് തില്ലങ്കേരി ലൈസൻസ് എടുത്തിട്ടില്ല. അത് സംബന്ധിച്ച റിപ്പോർട്ട് കണ്ണൂർ RTO, വയനാട് RTOയ്ക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ മറ്റെവിടെ നിന്നെങ്കിലും ലൈസൻസ് ആകാശ് തില്ലങ്കേരി എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. ഇക്കാര്യത്തിൽ പെട്ടെന്ന് കണ്ടെത്താമല്ലോ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ. മറ്റൊരു തീർച്ചയായും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അതായത് സംഭവം നടന്നത് വയനാട് പനമരത്തിലാണ്. അതുകൊണ്ട് തന്നെ വയനാട് RTO ആണ് ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് കണ്ണൂർ RTOയോട് ഇത്തരത്തിൽ ആകാശ് ഇവിടെ കണ്ണൂരിൽ ലൈസൻസ് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചത്. എന്നാൽ കണ്ണൂരിൽ നിന്ന് ലൈസൻസ് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സുജയ,
സുജിയ, പ്രധാനമായും ഇവിടെ സുധാകരൻ MP-യുടെ ഒരു പര്യടനം ജില്ലയിൽ നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയിച്ചതുമായി ബന്ധപ്പെട്ട് വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള പര്യടനത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നും ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അഴീക്കോട് മണ്ഡലത്തിൽ ആയിരുന്നു ഇന്ന് പര്യടനം തുടങ്ങിയത്. സുധാകരൻ MP-യുടെ ഒരു പ്രതികരണം തേടാൻ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഇന്ന് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നില്ല. ഇതൊക്കെയാണ് സുജിയ ഇന്ന് കണ്ണൂരിൽ പ്രധാനമായും. താങ്ക് യു. തുഷാര പ്രമോദാണ് കണ്ണൂരിൽ നിന്നുള്ള ക്യൂക്ക് അപ്ഡേറ്റ്സ് നൽകിയത്. ഇപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു? നമുക്ക് അടുത്തതായി പോകേണ്ടത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജാക്കാട് തയ്യാറാണ്. സന്ദീപ് രാജാക്കാട്, ഇടുക്കിയിൽ നഗരത്തിൽ മാത്രമല്ല ചുറ്റുവട്ടത്ത് മലയോരത്ത് ഒക്കെ എന്ത് സംഭവിക്കുന്നു ഇന്നത്തെ ദിവസം? വിജയപാർവതി, ഇടുക്കിയിലും പ്രധാനമായിട്ടുമുള്ളത് മുമ്പൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് പോലെ ഈ ഭൂപ്രശ്നങ്ങളും അതുപോലെ തന്നെ പട്ടയ വിഷയങ്ങളും ഈ ഭൂനിയമ ഭേദഗതിയും ഒക്കെ ആയിരുന്നു. ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ വിഷയങ്ങൾ പ്രതിപക്ഷവും അതുപോലെ തന്നെ സ്വതന്ത്ര കർഷക സംഘടനകളും ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള ഇടത് നേതാക്കൾ മുഖ്യമന്ത്രിയെയും റവന്യൂ വകുപ്പ് മന്ത്രിയെയും നേരിൽ കണ്ടിട്ട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ആ നിർദ്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും പ്രധാനമായി പറയുന്നത് ഈ സ്ഥാപനങ്ങളായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളെയും നിരുപാധികം ക്രമപ്പെടുത്തി നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം ഇടതു നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, പള്ളികൾ, ഒപ്പം തന്നെ ടൗൺഷിപ്പുകൾ അടക്കം അത്തരത്തിൽ ഈ ക്രമവൽക്കരണത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അതായത് മറ്റേ രീതിയിലുള്ള ഈ പണപ്പിരിവിന് വേണ്ടിയിട്ടാണ് ഈ ക്രമവൽക്കരണം എന്ന ആരോപണം ഉയരുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി ഇടതുപക്ഷം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം കൂടിയാണ്. രണ്ടാമത് ചട്ടനിർമ്മാണം വളരെ വേഗത്തിലാകണം, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാവരുത്. ഇനി ഈ നിയമം വന്നതിന് ശേഷം നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെ ക്രമവൽക്കരിക്കുന്ന, ഇല്ലെങ്കിൽ അത്തരത്തിൽ മുൻപോട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വലിയ രീതിയിലുള്ള തടസ്സങ്ങളില്ലാതെ വേഗത്തിൽ നടത്തുവാൻ കഴിയുന്ന തരത്തിലുള്ള ചട്ടങ്ങൾ രൂപീകരിക്കണമെന്നുള്ള നിർദ്ദേശവും ഇടത് നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നായിരുന്നാലും അതൊക്കെ മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും അംഗീകരിക്കുകയും ഈ ചട്ടനിർമ്മാണം വേഗത്തിലാക്കുമെന്ന ഉറപ്പും ഇടത് നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് LDF. പിന്നെ എന്നും പതിവ് പോലെ തന്നെയാണ് ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിൽ എല്ലാം തന്നെ വന്യമൃഗശല്യം അതിരൂക്ഷമായി നിൽക്കുന്നു. വനം വകുപ്പിനെതിരെയുള്ള പ്രതിഷേധമുണ്ട്. ഇന്നിപ്പോൾ മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന കനാലിലേക്ക് ഒരു ആന വീണിരുന്നു. വലിയൊരു പ്രതിസന്ധിയായി മാറിയിരുന്നു. വളരെ വേഗത്തിൽ തന്നെ ഈ ഷട്ടർ താഴ്ത്തി ജലം ഒഴുക്കുന്നതിൻ്റെ ഒരു അളവ് കുറച്ചതോടുകൂടി തന്നെ ഈ ആന തന്നെ കരയ്ക്ക് നീന്തി രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റു മാങ്കുളവും ചിന്നക്കനാലും അടക്കമുള്ള മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി നിൽക്കുന്നു. അത് ഓരോ ദിവസവും രൂക്ഷമായി തുടരുന്നു എന്നുള്ള ഒരു വന്യമൃഗ ശല്യം, അതുപോലെ തന്നെ ഭൂനിയമ ഭേദഗതിയിൽ നേതാക്കളുടെ ഇടപെടൽ, അതൊക്കെയാണ് ഇടുക്കിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ ഇപ്പോൾ ഈ മൊമെന്റിൽ എന്ത് സംഭവിക്കുന്നു, ഇന്നത്തെ വാർത്തകൾ ഏതൊക്കെ എന്നുള്ളതാണ് റിപ്പോർട്ടർ വാർത്താ സംഘം പരിശോധിച്ചത്. ഓരോ ഇടങ്ങളിലും സംഭവിക്കുന്നത് അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കൃത്യമായ ഒരു മീഡിയ വാച്ച് ഡോഗായി ഞങ്ങൾ കൂടെയുണ്ട്. മീഡിയ ആക്ടിവിസത്തിന്റെ ഏതറ്റം വരെയും നമ്മൾ പോകും. അതുകൊണ്ട് അഴിമതിക്കാരും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരും ഒക്കെ ജാഗ്രതയോടെ ഇരിക്കൂ. നിങ്ങൾ ചെയ്യുന്നതെന്തോ അത് അപ്പോൾ പ്രേക്ഷകരിലേക്കും അധികൃതരിലേക്കും എത്തിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ ബ്രേക്കിംഗ് അവേഴ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്.